So, very good morning to each and everyone, and welcome to my channel, Dublin English Mellow. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണൊക്കെ അമർത്തിയിട്ട് വരണം കേട്ടോ. ഒരു കുഞ്ഞു ചാനലാണ്, സോ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ നമ്മൾ വിടുന്നുണ്ട്. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. സോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു പക്ഷേ അറിഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കായിരിക്കും നമ്മുടെ അയർലൻഡ് കെയറർ വീസ ന്യൂ അപ്ഡേറ്റ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒത്തിരി കെയറർമാർ കയറി വരുന്നൊരു ടൈമാണല്ലോ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി പേര് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് കുറേ അധികം ആൾക്കാർ ഇവിടെ കെയറർമാരായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അയർലൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു വീസ അല്ലെങ്കിൽ ഈ ഒരു കെയറർ ജോബിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റാറ്റസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. സോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് വാച്ച് ദ ഫുൾ വീഡിയോ. നമ്മൾ അയർലൻഡിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി കെയറേഴ്സ് വരുന്നൊരു ടൈമാണ് ഇപ്പം. ഒത്തിരി പേര് പ്രൈവറ്റ് ഏജൻസികൾ വഴിയും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റിൽ വരുന്ന ആളുകളുമുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നവർക്ക് മോസ്റ്റ്ലി നമ്മുടെ നഴ്സിംഗ് ഹോംസ് തന്നെ അവരുടെ എക്സ്പെൻസുകളൊക്കെ വഹിക്കുന്നുണ്ട്. നമുക്ക് 5 വയസ്സ് പോലും മുടക്കാതെ നമുക്ക് അയർലൻഡിലേക്ക് വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഏജൻസികളിൽ പൈസ കൊടുത്തിട്ട് വരുന്നവർ അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നതായിരിക്കും. ബിക്കോസ് നമുക്ക് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഒത്തിരി 5ഉം 8ഉം 10ഉം ലക്ഷമൊക്കെ മുടക്കി വരുന്നതിനേക്കാൾ നല്ലത് ഓഫ് കോഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രൈ ആയിരിക്കും ഏറ്റവും നല്ലത്. അതിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കുറേ അധികം മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഇൻഡീഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ്, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഇമെയിൽ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്, വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻസ് അങ്ങനെ കുറേ ഉണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ്. അപ്പം ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. സോ കുറേ ഓപ്ഷൻസ് ഉണ്ട് കെയറർമാർക്ക് നമുക്ക് അയർലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക്, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ട്. പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇൻ്റർവ്യൂ മോസ്റ്റ്ലി നല്ല ടഫായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു പ്രൊഫഷൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഈ ജോബിന് നമ്മൾ സെലക്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോസസ്സിങ്, നമ്മുടെ ഡയറക്റ്റ് പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഹോംസ് നമുക്ക് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗ് ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് അവർ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ കാര്യങ്ങളൊന്നും ചിലവാകത്തില്ല. ആകെ നമ്മൾക്ക് എടുക്കേണ്ട വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ചില നഴ്സിംഗ് ഹോംസ് ഒക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ അക്കോമഡേഷൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. വിത്ത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്, കുറച്ച് പൈസ ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെയും ഒത്തിരി ഓപ്ഷൻസ് കെയറേഴ്സിന്, അയർലൻഡിലേക്ക് വരുന്ന കെയറേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഈ അയർലൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെ കെയറേഴ്സിന് കിട്ടുന്നത് 2 ഇയർ വിസയാണ് മോസ്റ്റ്ലി നമുക്ക് കെയറേഴ്സിന് വരുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അപ്പം ഈ 2 ഇയർ വിസ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാരണ റിന്യൂ ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യാറ് ആ ഒരു വിസ സ്റ്റാറ്റസ്. ബട്ട് നമ്മൾക്ക് ഫാമിലീനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ക്വൈറ്റ് ഓഫ് ചലഞ്ചിങ് ആയിരുന്നു കുറേ നാളുകൾക്ക് മുന്നേ ആയിട്ട്. ഇപ്പം നമുക്ക് ഇവിടെ ആളുകൾ കൊണ്ടുവന്നവർ വളരെ ചുരുക്കം പേര്, ഒരു കുഞ്ഞി പെർസെൻറ്റേജ് ആളുകളൊക്കെ ഫാമിലീനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് അതിന് കുറേ അധികം ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയായിരുന്നു സിറ്റുവേഷൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി നോൺ യൂറോപ്യൻസ് ആയിട്ടുള്ള HCAs, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, HCA അങ്ങനെയുള്ളവർ വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഒത്തിരി പേര് ഇങ്ങനെ വർക്ക് ചെയ്ത് ഒരു വർഷമൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് റീകണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീയൂണിയൻ നടത്താൻ പറ്റാതെ വന്ന ഒത്തിരി ആളുകളുണ്ട്. മീൻസ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയുള്ള ഈ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട്, വിസ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് പലർക്കും അവരുടെ ഫാമിലീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്ത വന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബേസിലാണ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ മൈഗ്രൻ്റ് നേഴ്സസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോൺ യൂറോപ്യൻസ് ആയിട്ടുള്ള HCAs, കൂടുതലും ഇന്ത്യക്കാരായിരുന്നു, ഒരു വലിയ ഗ്രേറ്റർ പെർസെൻറ്റേജ് ആയതുകൊണ്ടായിരുന്നു ഇന്ത്യക്കാരായിരുന്നു, വലിയൊരു മാർച്ച് ഇവിടുത്തെ പാർലമെൻറ്റിലേക്ക് റീസെൻ്റ് ആയിട്ട് നടത്തിയിരുന്നു. അപ്പോൾ ആ വലിയൊരു മാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് എനിക്ക് തോന്നുന്നു മൈഗ്രൻ്റ് നേഴ്സസ് അസോസിയേഷൻ്റെ കീഴിൽ നടത്തിയ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചതും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചതുമായിട്ടുള്ള വലിയൊരു
ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, വലിയൊരു പ്രതിഷേധ റാലി പോലെയായിരുന്നു അത് സമാധാനപരമായിട്ട് നടത്തിയ ഏറ്റവും അയർലൻഡ് കണ്ട ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രതിഷേധമായിരുന്നു തന്നെ പറയാം, ഇങ്ങനെ ഈ മൈഗ്രൻ്റ് അസോസിയേഷൻ്റെ കീഴിൽ നടത്തിയ ഈ ഒരു HCSA നടത്തിയ ഒരു റാലി. ഓക്കെ, അപ്പം അവര് അതുപോലെ തന്നെ ഒത്തിരി മാധ്യമങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വളരെ സമാധാനപരമായിരുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് അത് ഒത്തിരി മാധ്യമങ്ങളിൽ വരികയും അതുപോലെ തന്നെ അതിനോട് ബേസ് ചെയ്ത് മന്ത്രിമാരും അതുപോലെ തന്നെ അതിന് വേണ്ടപ്പെട്ട ഗവൺമെൻറ്റും ഒക്കെ ഇതിൽ ഇടപെടുകയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഇവര് ഇങ്ങനെ ഒരു കാര്യം നടത്തിയപ്പോൾ, ഇപ്പം അയർലൻഡിൽ ഇങ്ങനെ ഒരു കാര്യം നടത്തിയ സമയത്ത് മുന്നോട്ട് വെച്ച 3 കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം സാലറി ആയിരുന്നു, രണ്ടാമത്തെ കാര്യം ഈ ഫാമിലി റീയൂണിയൻ, ഫാമിലിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു, അതുപോലെ നമ്മുടെ സാലറി ഇൻക്രിമെന്റ്. ഇങ്ങനെ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ഈ ഒരു HCAയുടെ വലിയൊരു കൂട്ടായ്മ മൈഗ്രൻ്റ് നേഴ്സസ് അസോസിയേഷൻ്റെ കീഴിൽ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമുക്ക് ഇവിടെ വന്നാൽ മാത്രം പോരാ, നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിലും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എനിവേ അത് അങ്ങനെ നടന്നു. അത് നടന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രത്യേകം ഓർക്കാൻ, നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക്, HCA ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഫാമിലീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രാബല്യത്തിൽ ഈ ഒരു കാര്യങ്ങൾ പ്രാബല്യത്തിലേക്ക് എത്തുന്നത് പുതിയ വർഷത്തിലായിരിക്കും എത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ HCA ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇനിയും ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒത്തിരി പാട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് അതാണ് മെയിനായിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം ഇവിടെ ഒരു HCA ആയിട്ട്, ഒരു ന്യൂ HCA ആയിട്ട് വരുന്ന ആളുകൾക്ക് ഏകദേശം ഒരു 30,000 യൂറോസിന് താഴെയാണ് ആക്ച്വലി സാലറി ഉള്ളത്. അപ്പം ഗവൺമെൻറ് പരമായിട്ട് നോക്കുമ്പോൾ, അപ്പം നമ്മളൊരു വിസ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഫാമിലിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മോർ ദാൻ 30,000 യൂറോസിൻ്റെ സാലറിയാണ് നമ്മൾക്ക് വേണ്ടത്. ബട്ട് അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പം ഈ സാലറി ഇപ്പം 25,000, 26,000, 27,000 യൂറോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 30,000 മേളിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഫാമിലിനെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ഈ HCS മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത് ജനറൽ കാറ്റഗറിയാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ഇതിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട്, HCS ടോട്ടലി ഉള്ള ഒരു സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാമിലി റീയൂണിയനും വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അവരന്ന് വലിയ സമരങ്ങളൊക്കെ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ചേഞ്ചസുകൾ കുറേ വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുപോലെ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷത്തിലേക്കാണ് അത് ആക്റ്റീവായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ സാലറി കുറച്ചും കൂടെ ഉറപ്പായിട്ടും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഫാമിലിയുമായിട്ട് റീയൂണിയൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കേരളമായിട്ട് വരാൻ താല്പര്യം ഉള്ള ആളുകളുണ്ടോയെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് നേഴ്സിംഗ് ഹോംസുകളെ കോൺടാക്ട് ചെയ്ത് ജോലിയുടെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു CV അല്ലെങ്കിൽ ഒരു റെസ്യൂമെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും. കാരണം നമ്മുടെ ആ ഒരു CV കണ്ടിട്ട് അതിൽ ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾക്കൊരു സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് യു ഷുഡ് ഹാവ് എ റിയലി ഗുഡ് CV എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ CV കണ്ടതിന് ശേഷം നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വരുന്നതായിരിക്കും. ആ ഇൻ്റർവ്യൂ നല്ല ടഫ് ഇൻ്റർവ്യൂ തന്നെയായിരിക്കും. കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പെർഫോം ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇപ്പോൾ അയർലൻഡിലേക്ക് വരുന്ന HCSന് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം നല്ലൊരു സാലറിയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഇത് കാരണം നമ്മൾ നല്ലൊരു സാലറിയിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പം ഇതിന് മുന്നേ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് HCA ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫാമിലിനെ കൊണ്ടുവരാനൊരു ഓപ്ഷൻസ് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് പറയും. ഉണ്ടായിരുന്നു, ബട്ട് അതിന് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ സാധിക്കും. കുറച്ചും കൂടെ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പം കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോവുകയാണ്, സാലറി ഇൻക്രിമെൻറ്റിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഫാമിലി റീയൂണിയൻസിൻ്റെ കാര്യത്തിലൊക്കെ.
അപ്പം ഫാമിലി വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വന്നിട്ട് സെറ്റിൽ ആകും ആഫ്റ്റർ എ ഇയർ. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള HCA ജോബിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കൊരു ലൈഫും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റും. നമ്മളെല്ലാവരും ഫാമിലീനെ അപ്ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലീനെ കുറച്ചും കൂടെ സെറ്റിൽ ആക്കാന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വരുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ IELTS OET ഒക്കെ എഴുതിയിട്ട് കിട്ടണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളത് നേഴ്സുമാർക്കൊക്കെ കിട്ടാതെ വരുന്നവരുണ്ട്. അപ്പം അവർക്കാണെങ്കിൽ കൂടി അവർക്ക് നാട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് HCA ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നഴ്സിംഗ് ഫീൽഡിലേക്ക് മാറാവുന്നതാണ്. നഴ്സിംഗിലേക്ക് മാറാൻ പറ്റിയൊരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നേഴ്സായിട്ട് കയറാനൊക്കെ നമുക്ക് അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒത്തിരി അധികം മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു പുതിയൊരു ഇയറിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ വരാൻ പോവുകയാണ്. ആക്ച്വലി 2024, 2025 മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് വരാൻ പോവുകയാണ്. അപ്പം നല്ലൊരു ഓപ്ഷൻസ് വരാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ നന്നായിട്ട് സെറ്റിൽ ആവാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പം ട്രൈ ചെയ്യുക. മാക്സിമം ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പബ്ലിക് പ്രൊഫൈൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ജോബുകൾ കണ്ടെത്തുവാനും അതുപോലെ തന്നെ സ്പോൺസേഴ്സിനൊക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു ഞാൻ പറയുകയാണ്. അപ്പം ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിക്കാം. എന്തായാലും നമ്മുടെ ആ ഒരു വലിയ ഒരു മുന്നേറ്റം, അത് നല്ല കുറേ ബെനിഫിറ്റ്സ് ഇവിടെയുള്ള HCSന്, നോൺ യൂറോപ്യൻസിന് ആയിട്ടുള്ള HCSന് മോസ്റ്റ്ലി ഇന്ത്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ജോബ് ഓപ്ഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക അങ്ങനെയുള്ള ജോബിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാർഗം സ്വീകരിക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ കുറച്ച് നല്ല നല്ല വീഡിയോസ് ഇടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോസിൽ കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് യൂട്യൂബിൽ പല നല്ല നല്ല ചാനലുകളിൽ വിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതും കൂടെ യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെയും ഏജൻസി, പ്രത്യേകിച്ച് ഈ പൈസയൊക്കെ ചാർജ് ചെയ്യുന്ന ഏജൻസികളുമായിട്ട് ടച്ച് ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ജോബുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ വരാൻ നോക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.